വകയാണ് ഷാഫിഈ ഇമാമിന് അല്ലാഹു കൊടുത്ത ഒരു തൗഫീഖ് കൊണ്ട്. എന്താണ് ഷാഫിഈ ഇമാം ദിവസവും 2 ഖത്മ് റമദാനിൽ ഓതുമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അതൊന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. 2 ഖത്മ് ഓതുന്ന ഷാഫിഈ ഇമാം അന്ന് ദുഹർ നിസ്കരിച്ചിട്ടുണ്ട്, ദുഹറിന് ശേഷവും ഇപ്പോൾ സുന്നത്തുകൾ എടുത്തിട്ടുണ്ട്, അന്ന് വീട്ടിലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. 2 ഖത്മ് ഓതും. അത് ഷാഫിഈ ഇമാമിന് അല്ലാഹു കൊടുത്തൊരു പവറാണ്. എന്നാൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, ദിനേന ഒരു ഖത്മ് ഓതാറുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ അതിലേക്ക് മാത്രം മനസ്സ് കൊടുത്ത് പ്രവൃത്തി അതിലേക്ക് മാത്രമായാൽ ഒരു ഖത്മ് ഓതുക എന്നുള്ളത് ചിലപ്പോൾ സാധിച്ചേക്കാവുന്ന ഒരു കാര്യമാണ്. ഷാഫിഈ ഇമാം ഡെയിലി 2 ഖത്മ് ഓതുന്നു റമദാനിൽ. അത് ഷാഫിഈ ഇമാമിന് അല്ലാഹു പവർ കൊടുത്തതാണെങ്കിൽ അതേ ഷാഫിഈ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ വളരെ കണിശമായ സ്വഭാവക്കാരാണ്. കണിശമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആളുകളോടൊക്കെ എന്തെങ്കിലും ചൂടാകുന്ന അങ്ങനെയല്ല. ജീവിതത്തിലുള്ള എല്ലാ നിലപാടുകളും എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടുകൂടി നിർവഹിക്കുന്നവരാണ്. ജീവിതത്തിൽ കളവ് പറയാത്ത മഹാനാണ് ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഷാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ തന്നെ പറയുന്നുണ്ട്, അവിടുന്ന് മദ്ഹബിന്റെ ഇമാമാണ്. 2ാമത്തെ നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് ഷാഫിഈ ഇമാം. 1ാമത്തെ നൂറ്റാണ്ടിലെ മുജദ്ദിദാരാ? സംശയമില്ല ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലെ ലോകത്തിന് മുഴുവൻ മുജദ്ദിദ്. 2ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്നൊക്കെ ഷാഫിഈ ഇമാമിനെ കുറിച്ച് പറയാറുണ്ട്. ചില ആളുകൾ പറയുന്നു 3ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്ന്. രണ്ടും പറയാം. കാരണം ഹിജറ 180-ലാണ് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. 180-ൽ ജനിക്കുമ്പോൾ 100 കഴിഞ്ഞാൽ പിന്നെ 2ാം നൂറ്റാണ്ടാണ്. 204-ലാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. അപ്പോൾ പിന്നെ 3ാം നൂറ്റാണ്ട് ആകെ എന്നും പറയാം. ഏതായാലും ഷാഫിഈ റളിയല്ലാഹു അൻഹു വലിയൊരു നേതൃത്വമാണ്. ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത മേഖലയിലേക്ക് എത്തിയ വലിയ മഹാനുമാണ് ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഷാഫിഈ റളിയല്ലാഹു അൻഹു ഡെയിലി 2 ഖത്മ് ഓതും റമദാനിൽ. എങ്ങനെ ഓതും? എല്ലാം മനസ്സിലാക്കി എല്ലാം അറിവോടുകൂടെ അതേ ഒറിജിനൽ ഖുർആൻ തർത്തീല, ഖുർആനിന്റെ പാരായണ ശാസ്ത്രമാകുന്ന തജ്വീദ് അനുസരിച്ച് കൊണ്ട് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അതേ അങ്ങനെ 2 ഖത്മ് ഓതും. അതൊക്കെ വലിയൊരു ലാഭമാണ്. ഖത്മ് ഓതുക, ഖുർആൻ ഓതുക എന്നൊക്കെ നമുക്ക് ഇല്ലാതെയായി പോയതാണ്. അത് വലിയ ലാഭമാണ്. വലിയ ലാഭം എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു ലാഭം വേറെ ഇല്ല. സുബ്ഹാനല്ലാഹ്. ഓരോ കാലഘട്ടത്തിലും ഓരോ മുജദ്ദിദുകളുണ്ട്. 2ാമത്തെ നൂറ്റാണ്ടിലെ മുജദ്ദിദായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അന്ന് കർമ്മശാസ്ത്രത്തിൽ വലിയ പണ്ഡിതനാണ്. ഇന്ന് ളുഹർ നിസ്കരിച്ചു, ഷാഫിഈ ഇമാമിന്റെ അക്കൗണ്ടിലേക്ക് അതിന് ലാഭം ലഭിച്ചു. ഇൻഷാ അല്ലാഹ് അസ്ർ നിസ്കരിക്കും, ഷാഫിഈ ഇമാമിന്റെ അക്കൗണ്ടിലേക്ക് അതിന് ലാഭം ലഭിക്കും. നമ്മുടെ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും പ്രതിഫലം ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പേരിലേക്ക് എത്തിക്കുമെങ്കിൽ ആ ഷാഫിഈ റളിയല്ലാഹു അൻഹു പ്രത്യേകത എന്താണ്? ആ ഷാഫിഈ ഇമാമിന്റെ പ്രത്യേകത എന്താണ്? അവർ ഖുർആനുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ്. ആ ഷാഫിഈ ഇമാമിന്റെ പ്രത്യേകത എന്താണ്? മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത 10 വാള്യമുള്ള മുവത്ത എന്ന കിതാബുണ്ട്. ആ കിതാബ് കാണാതെ പഠിച്ച ആളാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. മാലിക് റളിയല്ലാഹു അൻഹു രാജാവിന്റെ കൊട്ടാരത്തിലാണ് ദർസ് നടത്തുന്നത്. ഷാഫിഈ ഇമാമിന്റെ ഉസ്താദാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. രാജാവിന്റെ കൊട്ടാരത്തിലാണ് ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാകുക. കൊടുക്കട്ടോ? ആയിട്ടില്ലല്ലോ. കൊടുക്കട്ടോ? ഷാഫിഈ ഇമാമിന്റെ ഉസ്താദായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു രാജകൊട്ടാരത്തിൽ ദർസ് നടത്തുകയാണ്. രാജകൊട്ടാരത്തിൽ ദർസ് നടത്തുമ്പോൾ എന്താ അതിന്റെ പ്രത്യേകത?
രാജാവിന്റെ അനുമതി ഇല്ലാതെ അവിടേക്ക് ആർക്കും പ്രവേശിച്ചില്ല. വലിയ ഫീ കൊടുത്തിട്ടാണ് അവിടെ ആളുകൾ പഠിക്കുന്നത്. അവിടെ ആളുകൾ പഠിക്കുന്നത് വലിയ ഫീ കൊടുത്തിട്ടാണ്. അവിടുത്തെ മുദരിസാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ശാഫിഈ ഇമാമിന് ഒരു പൂതി, അവിടുത്തെ ക്ലാസ് ഒന്ന് പങ്കെടുത്താലോ. പൂതി ഉണ്ടായിട്ട് കാര്യമില്ല, കയ്യിൽ കാശ് വേണ്ടേ. ശാഫിഈ ഇമാമ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനോട് പോയി പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ക്ലാസ്സിൽ ഒന്ന് പങ്കെടുക്കണം, ഞാൻ അങ്ങയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ നീ ആരാണ്? എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. നീ എവിടുന്നാ വരുന്നത്? ഞാൻ ഫലസ്തീനിലെ ഗസയിൽ ജനിച്ചവനാണ്. എൻ്റെ ഉമ്മ ഈ അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അതെ, ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് അതുപോലെ മക്കയിലേക്കും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ശാഫിഈ ഇമാം യാത്രക്ക് പോയി. പോകാനുള്ള ഒരു കാരണമുണ്ട്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അല്പമൊക്കെ പ്രായമായപ്പോ ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് വലിയ സമ്മാനമായി ആ ആളുകൾ കൊടുത്തയക്കുന്ന വിവരം ആരെന്ന് പറഞ്ഞു? ഉമ്മ പറഞ്ഞു. സമ്മാനത്തിൽ ഗോൾഡ് കോയിൻസ് ഉണ്ട്. ഉമ്മ പറഞ്ഞു, ആ സമ്മാനങ്ങളും ഗോൾഡുകളും അതെല്ലാം കിട്ടിയ സ്ഥലത്ത് തന്നെ ദാനം ചെയ്തിട്ടാകണം ഇങ്ങോട്ട് വരേണ്ടത്. അതെന്തേ ശാഫിഈ ഇമാമിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞത്? ആ ഗോൾഡായിട്ട് കൊണ്ടുവന്നാൽ കുറച്ച് ഗോൾഡ് വീട്ടിലെടുത്ത് ദാരിദ്ര്യം കൊണ്ട് രക്ഷപ്പെടാലോ എന്ന് ചിന്തിക്കട്ടെ ആ ഉമ്മ. ചിന്തിക്കുന്നതിന് പകരം ആ ഉമ്മ പറഞ്ഞു, ഇതെല്ലാം കുട്ടിയോട് പോയി ദാനം ചെയ്യണം. ശാഫിഈ ഇമാമിനെ പഠിപ്പിച്ചതും ശാഫിഈ ഇമാമിനെ വളർത്തിയതും ഇങ്ങനെ രാജകീയമായി സ്വീകരണം ലഭിക്കാനും അല്ലെങ്കിൽ കാര്യങ്ങൾ ലഭിക്കാനും പണം ലഭിക്കാനും അല്ല. അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ്മാൻ ആക്കുമായിരുന്നു. അതല്ല ആക്കിയിരുന്നത്, ഒരു ആലിമാക്കാനാണ് ആഗ്രഹം. അതുകൊണ്ട് മോനെ, ഈ കിട്ടിയിടത്തിൽ തന്നെ ആ പണവും കൊണ്ടുപോയി അവിടെ ദാനം ചെയ്തിട്ട് ഇങ്ങോട്ട് വരാകൂ എന്ന് ശാഫിഈ ഇമാമിന്റെ ഉമ്മ അവിടുന്ന് പറയുകയുണ്ടായി. ശാഫിഈ റളിയല്ലാഹു അൻഹു അത്ര ത്യാഗം സഹിച്ച ഒരാളാണ്. ദാരിദ്ര്യത്തിൽ ജീവിച്ച രണ്ട് മദ്ഹബിന്റെ ഇമാമികളാണത്. ഇത് ശാഫിഈ ഇമാമും ഇത് അവിടുത്തെ ശിഷ്യൻ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുമാണ്. ഇതേ ശാഫിഈ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ വഴിപ്പെട്ടു. അല്ലാഹുവിനെ മാത്രം വഴിപ്പെട്ടു. അതിന്റെ പേരിൽ ശാഫിഈ റളിയല്ലാഹു അൻഹു അടി കിട്ടിയിട്ടുണ്ട്. അതിന്റെ പേരിൽ വേജാരോപണം ഉണ്ടാക്കി ശാഫിഈ റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ അന്നത്തെ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെതിരെ 7 ആരോപണങ്ങളും ചുമത്തിയിട്ടുണ്ട്. എന്ത്? ശാഫിഈ ഇമാമിനെതിരെ വ്യഭിചാരാരോപണം ചുമത്തിയിട്ടുണ്ട്, കൊലപാതക ആരോപണം ചുമത്തിയിട്ടുണ്ട്, പലിശ ആരോപണം ചുമത്തിയിട്ടുണ്ട്. അങ്ങനെ 7 വൻദോഷങ്ങളും ശാഫിഈ ഇമാമിന്റെ പേരിൽ ചുമത്തിയിട്ടുണ്ട്. എന്തേ കാരണം? അതാരാണ് ഇങ്ങനെ പറഞ്ഞത്? അന്നത്തെ പണ്ഡിതന്മാരായിരുന്നു അവകാശപ്പെടുന്ന ചില ആളുകളാണ് ശാഫിഈ ഇമാമിനെതിരെ പ്രവർത്തിച്ചത്. അതിന്റെ പണ്ഡിതന്മാർ എങ്ങനെ ചെയ്തത്? ശാഫിഈ റളിയല്ലാഹു അൻഹു ദീന് പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ആരോപണം ഉണ്ടാക്കി. സുബ്ഹാനല്ലാഹ്, ആരോപണം ഉണ്ടാക്കുക മാത്രമല്ല, ആ ആരോപണത്തിൽ പ്രതിയാണെന്ന് ചേർക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വരെ ശാഫിഈ റളിയല്ലാഹു അൻഹു വീട്ടുവളപ്പിൽ നിന്ന് അവർ പോകില്ല എന്നുള്ളൊരു ധരണയും നടത്തി. ഈ ത്യാഗം ചെയ്ത ശാഫിഈ റളിയല്ലാഹു അൻഹു ഇന്ന് അവിടുത്തെ ഖബറിലേക്ക് ലാഭമാണ്. അതേ, അവിടുത്തെ ഖബറിലേക്ക് വലിയ ലാഭം കിട്ടുന്നത്. അല്ലാഹ്, എത്ര മഹാന്മാരാണ്! ലോകത്ത് 140 കോടി ആളുകൾ ഇന്ന് അവിടുത്തെ ഖബറിലേക്ക് ഫാത്തിഹ ഓതുകയാണ്. ഇനി ഓതിയിട്ടില്ലെങ്കിലും അവിടുത്തെ ഖബറിലേക്ക് ലാഭം കിട്ടുന്നു. മുസ്ലിമീങ്ങൾ, സർവ്വമതത്തിൽ വിശ്വസിക്കുന്ന ആളുകളും പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ ശാഫിഈ റളിയല്ലാഹു അൻഹു അനുസരിക്കാത്തവരില്ല. ശാഫിഈ മദ്ഹബുകാർ ഇന്ന് ലോകത്ത് ഏകദേശം 120 കോടിയിലധികം ശാഫിഈ മദ്ഹബുകാരാണ്.
ലോകത്ത് ഇന്ന് 120 കോടി ശാഫഈ മദ്ഹബുകാരുണ്ടെന്ന് പറയുമ്പോൾ ആകെ മുസ്ലിമീങ്ങൾ വരുന്നത് 180 കോടിയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹനഫി മദ്ഹബുകാരനല്ലേ? സ്വാഭാവിക ചോദ്യം ഉണ്ടാകും. അതേ ശരിയാണ്, ഹനഫി മദ്ഹബുകാരാണ് കൂടുതലുള്ളെങ്കിലും അവർ ശാഫഈ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നവരാണ്. തഖ്ലീദ് എന്ന് പറഞ്ഞാൽ ഒരു മദ്ഹബ് സ്വീകരിക്കുമ്പോൾ തന്നെ മറ്റൊരു മദ്ഹബിലെ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം നമുക്കുണ്ട്. നമ്മൾ ഇന്നിപ്പോ ഉളവെടുക്കുമ്പോ ശാഫഈ മദ്ഹബ് അനുസരിച്ചാണ് ഉളവെടുക്കുന്നത്. നമ്മൾ ഹറമിലൊക്കെ പോകാറുണ്ട്, വിദേശത്തേക്ക് ഹറമിൽ പോകാറുണ്ടാകുമ്പോൾ അവിടെ ഒരു പക്ഷേ അന്യ സ്ത്രീ പുരുഷ ദർശനങ്ങൾ ഉണ്ടായേക്കാം. അവിടെ ഒരുപാട് ആളുകൾ കൂടുമ്പോൾ ചിലപ്പോൾ സ്പർശനങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊഴിൽചേർന്നാൽ വുളൂ കുറയുമെന്നുള്ളത് 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചു വെച്ച മസലയാണ്. എന്നാൽ ചില മദ്ഹബിൽ അതില്ല. ഇല്ലാത്ത ഓരോ മദ്ഹബിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ മദ്ഹബിൽ തന്നെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ചില സാഹചര്യത്തിൽ അത് ഹറം പോലെയുള്ള സ്ഥലങ്ങളിൽ ആരാധനയിൽ നിരതരാകുമ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് അമൽ ചെയ്യാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ ലോകത്ത് 140 കോടി ജനങ്ങൾ ശാഫഈ ഇമാമിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എപ്പോഴെങ്കിലും. ഇനി ശാഫഈ മദ്ഹബുകാരായിട്ട് തന്നെയുണ്ട് ഏകദേശം 45 കോടി 50 കോടി ജനങ്ങൾ ഇന്ന് ശാഫഈ മദ്ഹബുകാരായിട്ടുണ്ട്. എത്ര വരുമാനമാണ് ശാഫഈ ഇമാമിന് കിട്ടുന്നത്? അവരുടെ പ്രത്യേകത ഖുർആൻ ധാരാളം ഓതുക എന്നുള്ളതാണ് പ്രത്യേകത. ഖുർആൻ ഓതുക എന്നുള്ളത് നമുക്ക് സമയമില്ലല്ലോ. ഇനി ഖുർആൻ ഓതുന്നത് എവിടെ ടൈം? റമദാനൊക്കെ ആയിട്ട് കൂടെ ഒരു ഖത്മ ഓതാൻ എന്നിങ്ങനെ വിചാരിച്ചു നിൽക്കുകയാണ്. ഇപ്പൊ സമയം തീരെ ഇല്ല. റമദാനായി 25 മണിക്കൂർ ഉണ്ടാവോ? ഇല്ല. റമദാനായാലും പിന്നെ ഓത്തിന്റെ ഒരു മാസമാണല്ലോ. ഖുർആൻ എന്ന് കേൾക്കാത്ത ഒരു മുഅ്മിനീങ്ങളും ഇല്ല. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ. അതുകൊണ്ട് റമദാൻ എന്ന് സ്പെഷ്യലായിട്ട് ഓതണം, അതുവരെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞതുള്ളൂ. റമദാനിലെ ആദ്യത്തെ ദിവസം സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ആവേശത്തോടു കൂടി ഖുർആൻ എടുക്കും. ആദ്യ ദിവസം ഖുർആൻ എടുക്കും, ഭയങ്കര ആവേശമാണ്. ഫാത്തിഹ ഓതി അതിനുശേഷം അൽ-ബഖറ തുടങ്ങി. അൽ-ബഖറയിൽ ഒരു 20 ആയത്തെത്തുമ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞു സമയം പോലെ ഉണ്ടല്ലോ, ഒരു മാസം തന്നെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ ഖുർആൻ ഓതാൻ ഇഷ്ടം പോലെ സമയത്ത്. ആ ശരിയാണല്ലേ, എന്താ പിന്നെ കുറച്ച് തോന്നുക, നമുക്ക് തോന്നി കുറച്ച് തോന്നുക നല്ലത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഓതാൻ വേണ്ടി നമ്മൾ നോക്കും, ഉദ്ദേശിക്കും. അവിടുന്ന് ഖുർആൻ കൂട്ടി വെച്ചു. ആദ്യത്തെ ദിവസമാണ് റമദാൻ. ളുഹറിന് മുമ്പ് നമ്മൾ അല്പസമയത്തിന് ശേഷം ഖുർആൻ ഓതി 2 പേജ്, ഒരു 3 പേജ് ഉണ്ട്. പിന്നെ നമുക്ക് തോന്നാം ളുഹർ നിസ്കാരം കഴിഞ്ഞപ്പോൾ കുറച്ച് ക്ഷീണല്ലേ, കുറച്ച് കിടന്നൂടെ, കുറച്ച് കിടക്കണം. പിന്നെ നമുക്ക് കുറച്ചു കഴിഞ്ഞ് എണീറ്റപ്പോ പിന്നെ ജോലി തിരക്കില്ലേ, റമദാൻ തന്നെയല്ലേ, ഫസ്റ്റത്തെ റമദാനല്ലേ, അപ്പൊ പിന്നെ ഫസ്റ്റത്തെ നോമ്പല്ലേ, ഏതായാലും നന്നായി ഉഷാറാക്കണം, ഫുഡൊക്കെ ഉണ്ടാക്കണം, റാഹത്താവണം. അങ്ങനെ ഫുഡിന്റെ കാര്യങ്ങളിലൊക്കെ ടൈം പോയി. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ട് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാഇനിടയിൽ ചിലപ്പോൾ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് ചെറിയ ടൈം കിട്ടല്ലോ, അപ്പൊ കുറച്ച് ഓതാ. ആ സമയത്ത് നോമ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണം. ഒരു 2 മിനിറ്റ് കിടക്കുക, കൊടുക്കുന്നവരെ ഇശാ കൊടുക്കുന്നവരെ 5 മിനിറ്റ് 2 മിനിറ്റ് കിടക്കാൻ നോക്കുമ്പോൾ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ ഇശാ കഴിഞ്ഞ് തറാവി കഴിഞ്ഞ ടൈമാണ്. പിന്നെ നമ്മൾ എണീറ്റ് നോക്കുമ്പോൾ അവിടെ നമുക്ക് ഖുർആൻ ഓതാനുള്ള സമയമില്ല. അതായത് ഇന്നിപ്പോ തന്നെ പോയി, നാളെ മുതൽ തുടങ്ങാം എന്ന് കരുതി നാളെ സുബഹി നിസ്കാരത്തിന് ശേഷം നോക്കുമ്പോൾ ഇന്നലെ സുബഹിക്ക് ശേഷം ഉറങ്ങിയിട്ടില്ല. നമ്മൾ കുറച്ചേരം ഖുർആൻ ഓതിയിട്ടാണ് കുറച്ച് കിടന്നത്. ഇതൊക്കെ ഇന്ന് നമ്മൾ സുബഹി കഴിഞ്ഞ് ഉടനെ തന്നെ ഒരടക്കാം, നല്ല നേരത്തെ എണീറ്റതല്ലേ, അതുകൊണ്ട് ഒരൊറ്റ ഉറക്കാം. സുബഹി കഴിഞ്ഞ് ഉടനെ രണ്ടാമത്തെ ദിവസം അങ്ങനെ സുബഹി കഴിഞ്ഞ ഉടനെ ഉറങ്ങി. ഏകദേശം ളുഹർ വരെ ആയി. അപ്പയാ നമുക്ക് ഈ ഒരു ഫോണിലൂടെ ഒരു മെസ്സേജ് വരുന്നത്. ഒരു 2 മിനിറ്റ് ആ മെസ്സേജ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എന്ന് കരുതിയിട്ട് 2 മിനിറ്റിന് വേണ്ടി ഒന്ന് ജസ്റ്റ് നോക്കാൻ. ഒരു പക്ഷേ ആ മെസ്സേജ് നമുക്ക് കാര്യപ്പെട്ട ഒരു മെസ്സേജാണ്. സുബ്ഹാനല്ലാഹ്, അതിന് റീപ്ലൈ കൊടുക്കുമ്പോഴേക്കാണ്
സുബ്ഹാനല്ലാഹ്, ഫോണിൽ ഇങ്ങനെ വരിക്ക് വരിയായി ഒരുപാട് മെസ്സേജുകൾ വരുന്നത് വാട്സപ്പിൽ. പിന്നെ നമ്മളതൊക്കെ നോക്കി ഏകദേശം അന്നത്തെ ദിവസവും പോയി. പിന്നെ അന്ന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ദിവസമായി. 2-3 ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോ ഞാനിപ്പോ ഖുർആൻ ഓതിയാൽ ഈ വർഷം തീരൂല, എന്തായാലും ആയുസ്സില്ല, അടുത്ത വർഷം തുറക്കാം. ഒരു വർഷം അങ്ങനെ പോയി, അടുത്ത വർഷം അങ്ങനെ പോവാ. അടുത്ത വർഷം നമുക്ക് തോന്നുന്നുണ്ടോ ഇത്രയൊക്കെ ഖുർആൻ ഓതാൻ കഴിയുള്ളൂ? ഇപ്പൊ നമ്മൾ ഓതി ഖുർആൻ ഓതുന്നതിന് കുറഞ്ഞത് അടുത്ത വർഷം നമുക്ക് ഓതാൻ കഴിയുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. സുബ്ഹാനല്ലാഹ്, വലിയ അനുഗ്രഹീതമായ ഒരു രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി. മിനിങ്ങളെ, ഈ രാത്രിക്ക് വലിയ മഹത്വമുണ്ട്. ഇത് ആരോടും പറയേണ്ട ആവശ്യമില്ല. കുട്ടികളുടെ ഈ രാത്രി വലിയ മഹത്വമുള്ള രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ബറാഅത്തിന്റെ രാത്രി, ബറക്കത്തിന്റെ രാത്രി എന്നാണ് പറയാറുള്ളത്, അല്ലേ? പഴയ ഉമ്മമാരൊക്കെ പറയുന്നത് പേരുണ്ട്, ബറാഅത്തോ ബറക്കത്തോ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ബറാഅത്തിന്റെ രാത്രി ബറക്കത്തുള്ള രാത്രിയാണ് എന്നുള്ളതിൽ മുഅ്മിനീങ്ങൾക്ക് സംശയമില്ല. പ്രത്യേക നോമ്പുണ്ട് ബറാഅത്തിന്റെ ദിവസം എന്ന്. ഇൻഷാഅല്ലാഹ് ശഅബാൻ 15 ശനിയാഴ്ച പ്രത്യേക നോമ്പ് നോൽക്കുന്ന സുന്നത്തുണ്ട്. ബറാഅത്തിന്റെ ദിവസം നോമ്പ് നോൽക്കൽ പ്രത്യേക സുന്നത്താണ്. ബറാഅത്തിന്റെ രാത്രിക്ക് വലിയ മഹത്വമുണ്ട്. അന്ന് നമ്മൾ 3 യാസീൻ ഓതും, അല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് 3 യാസീൻ. ചില നാടുകളിലൊക്കെ അസറിന് ശേഷം 3 യാസീൻ വേറെയും ഓതും. അതുകൊണ്ടൊക്കെ ഒരുപാട് ഗുണമുണ്ട്. ആയുസ് നീട്ടിക്കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ ബറക്കത്തുണ്ടാവും, കുടുംബത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, ഈമാൻ സലാമത്താകും, നമുക്ക് ഭക്ഷണത്തിൽ വിശാലത ലഭിക്കും. ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ലഭിക്കാറുണ്ട്. ഹസ്നുൽ ഖാത്തിമൊക്കെ ലഭിക്കാനുള്ള ഒരു പ്രത്യേക യാസീനൊക്കെ ഉണ്ട്. അങ്ങനെ യാസീൻ ഓതൽ പതിവാണ് ബറാഅത്തിന്റെ രാത്രി. ബറാഅത്ത് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഉമ്മമാരെങ്കിലും അറിയോ ബറാഅത്തിന്റെ അർത്ഥം? അറിയോ? നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞോണ്ട് കരുതി കേൾക്കില്ലേ? ബറാഅത്തിന്റെ അർത്ഥം മോചനം എന്നാണ്. എന്താണ് മോചനം? ഈ ശരിക്കും രാത്രിന്റെ പേര് ലൈലത്തുൽ ബറാഅത്തി മിനന്നാർ, ലൈലത്തുൽ ബറാഅത്തി മിനന്നാർ, നരകത്തിൽ നിന്ന് മോചിക്കപ്പെടുന്ന രാത്രി എന്നാണ് ഈ ബറാഅത്ത് എന്നുള്ളതിന് ശരിയായ അർത്ഥം. അപ്പൊ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ, സ്വർഗത്തിൽ ലഭിക്കാനുള്ള ഒരു രാത്രിയാണ് എന്നർത്ഥം, അല്ലേ? മഹാന്മാര് ഈ രാത്രിക്ക് വലിയ മഹത്വം കൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ചെറുപ്പത്തിൽ ഞാനിവിടെ തൊട്ടടുത്ത ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 4ാം ക്ലാസ്സിൽ ഞാൻ ഇവിടെയാണ് സ്കൂളിൽ പഠിച്ചത്, ചേനോത്ത് സ്കൂള്, നടുവട്ടം ചേനോത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് 4ാം ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഇവിടെ ചേനോത്ത് പരിസരത്ത് ആയിരുന്നു നമ്മൾ താമസിക്കുന്നത്. പിന്നെയാണ് നഗരത്തേക്ക് പോകുന്നത്. അന്ന് അവിടെ പഠിക്കുന്ന സമയത്ത് ഒരു ബറാഅത്തിന്റെ ദിവസം രാത്രി, ബറാഅത്തിന്റെ ദിവസം പകൽ സമയത്ത് എന്റെ തറവാടുണ്ട് അരിക്കിണർ. ഞാൻ അവിടെ പോയിട്ട് വരുള്ളൂ എന്ന് ഉപ്പനോട് പറഞ്ഞു പോയി. ഉപ്പ അന്ന് അസറിന്റെ മുമ്പ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഉപ്പ ഉടനെ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലെത്തി. നല്ലത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അരിക്കിണർ പിന്നീട് പോകാം, അവിടെ പിന്നെ നിൽക്കാം എന്ന്. ബറാഅത്തിന്റെ രാത്രിയാണ്. ഈ രാത്രിക്ക് വലിയ ബഹുമാനമുണ്ട്. ഇത് എവിടെയെങ്കിലും പോകാനുള്ളതല്ല, എന്തെങ്കിലും ചെയ്യാനുള്ളതല്ല. ഇത് വലിയൊരു രാത്രിയാണ്, ബറക്കത്തുള്ള രാത്രിയാണെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളൊക്കെ യാസീൻ പഠിക്കുന്ന ഒരു പ്രായമാണ്. 4ാം ക്ലാസ്സിലെ ഒരു കുട്ടിയാണ് ഞാൻ. എന്നോട് ഏട് തന്ന് ആ യാസീൻ നോക്കിയിട്ട് ഓതാൻ വേണ്ടി പറഞ്ഞു. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ യാസീൻ നേരത്തെ നോക്കി ഓതുന്ന ഒരു പ്രായമാണല്ലോ. അങ്ങനെ
യാസീൻ ഓതി 3 യാസീൻ ഓതുമ്പോഴും എൻ്റെ കൽവിൽ ഓരോ യാസീന്റെയും ഓരോ നിയ്യത്തുകൾ ഉപ്പ പ്രത്യേകം പറഞ്ഞു തന്നു. ഉപ്പ പറഞ്ഞു എല്ലാ കൊല്ലവും അവനിങ്ങനെ ചെയ്യണമെന്ന് ഉപ്പ പറഞ്ഞു. പിറ്റത്തെ വർഷം 5, 6, 7 പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഞങ്ങൾ ചെയ്തിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ദർസിലാണ്. അന്ന് ആ വൈകുന്നേരം സമയത്തേക്കാണ് അവിടെ എത്തിപ്പെടാന്ന് പറഞ്ഞപ്പോ ഉപ്പ പറഞ്ഞു ഒന്നിരിക്കൽ നേരത്തെ വരണം, അല്ലെങ്കിൽ അവിടെ നിന്ന് രാവിലെ വന്നാൽ മതി, ചൊല്ലാനുള്ളതൊക്കെ അവിടെ ചെല്ലണമെന്ന് ഉപ്പ അറിയിച്ചു. 9ാമത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഉപ്പ ആ ശവ്വാൽ മാസത്തിൽ മരണപ്പെടുന്നത്. അല്ലാഹു തആല ഉപ്പാക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അവിടെ നിന്ന് നമ്മെ പഠിപ്പിച്ചത് ബറാഅത്തിന്റെ രാത്രി മഹത്വമുള്ള രാത്രി എന്നാണ്. ഞാൻ ഔദ്യോഗികമായി ദർസിൽ എത്തിച്ചേരുന്നത് എന്റെ മുപ്പത് സ്ഥലത്തുണ്ടെങ്കിലും ഔദ്യോഗികമായി ദർസിൽ എത്തിച്ചേരുന്നത് +1 പഠിക്കുമ്പോഴാണ്. വേഗന മദർജിയിലാണ് ആദ്യമായി ദർസിലേക്ക് പോകുന്നത്. അവിടെ തന്നെയാണ് ദർസ് പഠനം പൂർണ്ണമായും ഉണ്ടായിരുന്നത്. അവിടേക്ക് ദർസിൽ പോകുമ്പോൾ ഉപ്പ ഇല്ല. ഉപ്പ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഉപ്പ മരണപ്പെട്ടു. ഞാൻ SLC കഴിഞ്ഞ 1 വർഷം ജോലിക്ക് പോയിട്ട് പിന്നീട് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ജോലിക്ക് പോയാൽ എനിക്ക് കൂലി കിട്ടും, നല്ല പൈസ കിട്ടും, കുറച്ച് ചെറിയ പ്രായത്തിൽ നിന്ന് പൈസ ഇങ്ങനെ ശേഖരിക്കാം. പക്ഷേ എൻ്റെ ഉപ്പയുടെ ആഗ്രഹമായിരുന്നല്ലോ എന്നെ ഒരു ചെറിയൊരു പണ്ഡിതനാകണമെന്ന് ഉപ്പയുടെ ആഗ്രഹമാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്താവണം, ഞാൻ വീണ്ടും ദർസിലേക്ക് പോകണമെന്ന് എൻ്റെ മനസ്സിൽ നിന്നൊരാഗ്രഹമുണ്ട്. അന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി പോലും എനിക്ക് സപ്പോർട്ട് തന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ 1 വർഷം ദർസ് നിർത്തി, 1 വർഷം പിന്നീട് വർക്കിന് പോയി. ആ സമയത്ത് വീണ്ടും ദർസിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഉപ്പയുടെ ആഗ്രഹം എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഒരാളും ഒരു ചെറിയ സപ്പോർട്ട് പോലും എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഞാനൊക്കെ ദർസിൽ പോയി ഫസ്റ്റ് സമയത്ത് കല്യാണപ്പുരയിലേക്ക് മറ്റൊക്കെ പോകുമ്പോൾ ആൾക്കാർ നമ്മളെ നോക്കി ഒരു ചിരിയാണ്. ഇതല്ലേ ഓനല്ലേ ദർസിലൊക്കെ പോയത്, എന്താക്കാനാണ് ഓലെ ജീവിതം എങ്ങനെ പ്രയാസപ്പെടുകയില്ലേ ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ്, ആ ചിരിച്ചവർക്ക് ഇന്നും 1 സെന്റ് ഭൂമി അല്ലാഹു കൊടുത്തിട്ടില്ല. അന്ന് സെന്റ് ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, പറമ്പുണ്ടായിരുന്നു, വിറ്റു. അൽഹംദുലില്ലാഹ്, ഇന്ന് എന്റെ പേരിൽ ചെറിയൊരു സെന്റ് സ്ഥലമൊക്കെ ഉണ്ട്. എന്തൊന്നും 5 സെന്റ് ആണെങ്കിലും എന്റെ സ്വന്തം പേരിൽ തന്നെ, ഭാര്യയുടെ ഒരു പട്ടവും എടുക്കാതെ 5 സെന്റ് എന്റെ സ്വന്തം പേരിലുണ്ട്. വീട് പണി നടക്കുന്നുണ്ട്, പള്ളിക്കൽ ബസാറ്. ഇൻഷാ അല്ലാഹ് ദ്വാരക്കണം. അപ്പോൾ അൽഹംദുലില്ലാഹ്, അല്ലാഹു നൽകുന്ന നിഅമത്തുകൾ അല്ലാഹു തആല വലിയ പവർ നൽകും. ഒരാൾ ദർസിലേക്ക് പോയത് കൊണ്ട്, അല്ലെങ്കിൽ ഒരാൾ കിതാബ് പഠിക്കാൻ തീരുമാനിച്ചത് കൊണ്ട് അല്ലാഹുവിനെ ഖായിബാക്കി തട്ടിക്കളയുമെന്ന് ആരും കരുതേണ്ടതില്ല. എനിക്കൊരു രൂപ കടമില്ല എന്നുള്ളത് ഞാൻ നിങ്ങളോട് അഭിമാനത്തോടെ പറയണം. പക്ഷേ എന്റെ കൂടെ ദർസ് നിർത്തി പലരും ലക്ഷങ്ങൾ വരുമാനമായി പലരും അത് പല സ്ഥലത്തേക്കും ജോലിക്ക് പോയവർക്ക് ഇന്ന് തൊള്ളയിൽ പറയാൻ പറ്റാത്ത അത്രയും സംഖ്യ, വായിലൂടെ നാവിലൂടെ പറയാൻ പറ്റാത്ത അത്രയും സംഖ്യ കടത്തിലുള്ളവരുണ്ട്. അല്ലാഹു നമുക്ക് ഒരു അനുഗ്രഹം തന്നാൽ ചെറിയ ജീവിതങ്ങൾ ബറക്കത്തുന്നത് മതിയല്ലോ, അല്ലേ? ഏതായാലും ബറക്കത്തുള്ള ജീവിതത്തിന് വേണ്ടി എൻ്റെ ഉപ്പ എന്നോട് പഠിപ്പിച്ചതാണ് മഗ്രിബ് ഇശാഇനിടയിൽ, ഇശാ മഗ്രിബിന്റെ ഇടയിൽ എന്താണെങ്കിലും ഒന്ന് ഖുർആൻ ഓതണമെന്നുള്ളത്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം മുതൽ സൂറത്തുൽ മുൽക്ക് എൻ്റെ ഉപ്പ എന്നോട് ഓതാൻ കൽപ്പിക്കുമായിരുന്നു. ഇപ്പോഴും കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷങ്ങളിലൊക്കെ ഞാൻ മഗ്രിബിന് ഇശാഇന്റെ ഇടയിൽ വീട്ടിലേക്ക് പോയാൽ എമ്മ പറയാൻ ഒറ്റ ചോദ്യ, മുൽക്ക് ഓതിയോ? ഇപ്പൊ ഞാൻ മൊയ്യരാണെന്ന് പഠിപ്പിക്കുന്ന ആളാണ്, നമുക്കറിയാം. എന്നാൽ ഉമ്മാന്റെ ചോദ്യമാണ്. ആ ഉമ്മയാണ് നമ്മളെ വളർത്തുന്നത്. അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കും നല്ല രൂപത്തിൽ ജീവിക്കാൻ കഴിയും. നിങ്ങൾ വളരെ നല്ല ജീവിതം നയിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി അവர்கள் അവിടുന്ന് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയം ഞാൻ ഉപയോഗപ്പെടുത്തിയത് ബറാഅത്തിന്റെ രാത്രിയിൽ ദുആ ചെയ്തത് കൊണ്ടാണ് എന്ന്. അടുത്ത ആഴ്ച
കഴിഞ്ഞ ദിവസവും മാതൃഭൂമി ഖലീൽ തങ്ങളുടെ ഒരു ജീവചരിത്ര പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രകാശനവും അടുത്ത ദിവസങ്ങളിലായി നടക്കുന്നുണ്ട്. ആ സമയത്ത് ഖലീൽ തങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്റർവ്യൂ ഉണ്ട്. നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ വളർന്നിട്ടും നിങ്ങൾക്ക് ഭൗതികമായി കുറെ ജീവിച്ചൂടെ? ഖലീൽ തങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് അറിയട്ടോ. നിങ്ങൾ പ്രസംഗം കേട്ടിട്ടുണ്ടോ അറിയില്ല, നല്ല ഇംഗ്ലീഷ് അറിയാം. അപ്പൊ മൂപ്പർക്ക് ഇംഗ്ലീഷ് പഠിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഭൗതികമായിട്ട് വിദ്യാഭ്യാസങ്ങൾ പിന്നീട് നേടിയിട്ടുണ്ട്, ഫസ്റ്റിലെങ്കിലും പിന്നീട് നേടിയിട്ടുണ്ട്. അത് വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട്, ശിഷ്യന്മാരെ വെച്ചുകൊണ്ട് കാറിലും മറ്റുമായി പലതും അങ്ങനെ പഠിച്ചതാണ്. ഖലീൽ തങ്ങൾക്ക് ഇന്ന് ജീവിക്കാൻ നല്ല വരുമാനമുള്ള വേറെ വഴികളുണ്ട്. അപ്പൊ അത് തേടി പോകലല്ലേ നല്ലത് എന്ന് ചോദിച്ചപ്പോ ഖലീൽ തങ്ങൾ പറയുന്നുണ്ട്, എന്റെ ഉപ്പ എന്റെ ചെറുപ്പത്തിൽ ഒരു രാത്രിയിൽ, ബറാത്തിന്റെ രാത്രിയിൽ പറഞ്ഞു, ജീവിതത്തിൽ പറക്കുന്നുണ്ടാവണോ ഈ മേഖലയിൽ തന്നെ നിലനിൽക്കണമെന്ന്. അതുകൊണ്ട് ഖലീൽ തങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയും അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ അല്ലാഹു ബറക്കത്ത് കൊടുത്തു എന്നാണ് ഖലീൽ തങ്ങൾ അവധിയോട് പറയുന്നത്.